ICYയും തലശ്ശേരി അതിരൂപതയും ഷാലോം ടെലിവിഷനും ചേർന്നിരിക്കുന്ന യുക്യാറ്റ് പഠന പരമ്പരയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഒത്തിരി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയും ദൈവശാസ്ത്ര പണ്ഡിതനുമായ അഭിമന്യ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവാണ്. പിതാവിനെ ഒത്തിരി സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് ഇവിടെ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ നെല്ലിക്കാമ്പോയിൽ ഫൊറോനയിലെ യുവജനങ്ങളാണ്. നിങ്ങളെയും ഒത്തിരി സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത് നന്മ തിന്മയെക്കുറിച്ചാണ്. ഈ എപ്പിസോഡിൽ നാം കൂടുതലായിട്ട് ചർച്ച ചെയ്യുക സ്വർഗം, നരകം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ്. പിതാവെ, നമുക്ക് ആരംഭിച്ചാലോ? തീർച്ചയായും. നമ്മൾ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ആരാണ് ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്? പിതാവേ, എൻ്റെ പേര് ആൻമരിയ. പിതാവേ, സ്വർഗമുണ്ടോ? സ്വർഗം എന്നത് ലോകത്തു നിന്ന് വേറിട്ടൊരു സ്ഥലമായിട്ടാണോ, ദൈവത്തോടുകൂടെ ആയിരിക്കുന്ന ആത്മീയ അവസ്ഥയായിട്ടാണോ മനസ്സിലാക്കേണ്ടത്? യെസ്, ആൻമരിയയുടെ ആദ്യത്തെ ചോദ്യം വളരെ ഗൗരവമുള്ളതാണ്. സ്വർഗമുണ്ടോ എന്നൊരു സംശയം പല യുവജനങ്ങൾക്കും ഉണ്ട്. ഇതൊക്കെ ചുമ്മാ പറ്റിക്കാൻ പറയുന്നതായിരിക്കും. സ്വർഗവും നരകവും ഒന്നും കാണിയാലായിരിക്കും. ഇതോടെ മരണത്തോടെ എല്ലാം തീരും എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസത്തെ ഗൗരവമായി എടുക്കുന്നവരുടെ എണ്ണം കുറയുന്നു എന്നർത്ഥം. വിശ്വാസം എന്നത് ആത്യന്തികമായി സ്വർഗമുണ്ട് എന്നും മരണാനന്തരം സ്വർഗത്തിൽ ദൈവത്തെ മുഖാമുഖം കാണാനാകും എന്ന വിശ്വാസമാണ്. ആ വിശ്വാസം ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ ബാക്കി എന്ത് വിശ്വസിച്ചിട്ടും ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ്ലീഹ വളരെ ഗൗരവമുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. അധ്യായം മുഴുവൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. അതിൽ ശ്ലീഹ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മിശിഹ ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. അതൊരു സത്യമാണ്. നമ്മൾ മരണത്തിനപ്പുറത്ത് ജീവിതമുണ്ട് എന്ന് ചിന്തിക്കുന്നില്ല എങ്കിൽ മറ്റെല്ലാവരെയും ദുർഭകരായ മനുഷ്യരാണ് നമ്മളെന്ന് ശ്ലീഹ അവിടെ പറഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ട് സ്വർഗമുണ്ടോ എന്ന ചോദ്യത്തിന് ആൻമരിയ അതിന് അസന്നിഗ്ധമായി നമ്മൾ പറയേണ്ട ഉത്തരം എന്താണ്? സ്വർഗമുണ്ട്. സ്വർഗമാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. അങ്ങനെ ഒരു ലക്ഷ്യമില്ല എങ്കിൽ പിന്നെ നമ്മൾ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിൽ അർത്ഥമില്ല, അല്ലേ? സ്വർഗമാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. ഇനി ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെയാണ്? ഇതാണ് ആൻമരിയയുടെ ചോദ്യത്തിൻ്റെ 2-ാം ഭാഗം. സ്വർഗം എവിടെയാണ് എന്ന് ചോദിച്ചാൽ സ്വർഗം ദൈവത്തോടൊത്താണ്. ദൈവം എവിടെയാണോ അവിടെയാണ് സ്വർഗം. സ്വർഗ ജീവിതം, സ്വർഗീയ ആനന്ദം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവത്തെ മുഖാമുഖം കാണുന്നതിൻ്റെ ആനന്ദം. ചിലരെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ്, ഇല്ലയോ? യുവജനങ്ങളായ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ സ്നേഹിക്കുന്നവരെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഒന്നും മിണ്ടിയില്ലേ പോലും കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരാനന്ദം തോന്നാറുണ്ട്. അങ്ങനെയുണ്ടോ അഭിനയ? ശരിയാണ് ഇതാ. ശരിയാണ്. യെസ് യെസ്. വേറെ ആരും കേൾക്കാതിരുന്നാൽ മതി. യെസ്, അതായത് ഇങ്ങനെ കാഴ്ച തന്നെ ഒരു ആനന്ദമാണ് എന്ന്, അതായത് സ്നേഹിക്കുന്നവരെ കാണുന്നത് ഒരു സന്തോഷമാണ്. അത് സത്യമാണ്, അല്ലേ? എന്നതുപോലെ തന്നെയാണ് വാസ്തവത്തിൽ സ്വർഗത്തിൽ നാം ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ചവരാണ്. ദൈവത്തെ മുഖാമുഖം കാണാൻ, ദൈവീക ദർശനത്തിൻ്റെ സൗഭാഗ്യത്തിലായിരിക്കുക എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ സ്വർഗീയാനന്ദം. എന്ന് അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ, ഏതൊന്നിനെ കാണുമ്പോൾ, അറിയുമ്പോൾ, അനുഭവിക്കുമ്പോൾ പിന്നെ നമുക്ക് മറ്റൊന്നും വേണ്ട എന്ന തിരിച്ചറിവുണ്ടാകുന്നു. ആ അനുഭവമാണ് വാസ്തവത്തിൽ സ്വർഗം എന്ന് പറയും. ദൈവത്തെ കണ്ട്, ദൈവത്തെ കേൾക്കുമ്പോൾ, ദൈവത്തെ അനുഭവിക്കുമ്പോൾ നമുക്ക് ബാക്കിയെല്ലാം
നിസ്സാരമായി അനുഭവപ്പെടുന്നു. ആ ഒരവസ്ഥയാണ് വാസ്തവത്തിൽ സ്വർഗീയ അനുഭവം എന്ന് പറയുക. നാം എല്ലാവരും ഈ അവസ്ഥയെ, ഈ സ്വർഗത്തെ ലക്ഷ്യമാക്കി നീങ്ങേണ്ടവരാണ്. സ്വർഗത്തിൻ്റെ മറ്റൊരു മാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും അവിടെ ഉണ്ടാകും. നിങ്ങളുടെ സ്വർഗത്തിൽ പോയ മാതാപിതാക്കളെയും നിങ്ങൾ കാണും, നിങ്ങളുടെ സഹോദരങ്ങളെ അവിടെ കാണും. സ്വർഗത്തിൽ പോയിട്ടുണ്ട്, പോയില്ലെങ്കിൽ അന്വേഷിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അവിടെ നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും അവരെക്കാളും വലിയൊരു ആത്മബന്ധം നമുക്കുള്ളത് ആരോടാണ്? ദൈവത്തോടാണ്. ആ ദൈവിക സ്നേഹത്തിൻ്റെ നിറവിൽ ബാക്കിയെല്ലാം നമ്മൾ മറന്നിരിക്കുന്ന അനുഭവമാണ് സ്വർഗം എന്ന് പറയുന്നത്. വീണ്ടും സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത് നാം ഈ ഭൂമിയിൽ വിശ്വസിച്ചതൊക്കെയും സത്യമാണ് എന്ന്, പരിശുദ്ധ ത്രിത്വമുണ്ട് എന്നും, ആ ത്രിത്വത്തിലെ ആളായ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി പിറന്നുവെന്നും അവിടുന്ന് കാൽവരിയിലെ കുരിശിൽ മരിച്ച് നമ്മുടെ രക്ഷ നേടിത്തന്നുവെന്നുമുള്ള നാം നാളിതുവരെയും വിശ്വസിച്ച ആ സത്യങ്ങളൊക്കെയും പരമാർത്ഥങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന അവസരമാണ് വാസ്തവത്തിൽ സ്വർഗമെന്ന് പറയും. അതുകൊണ്ട് സ്വർഗമുണ്ട് എന്ന് മാത്രമല്ല, ആ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ആ സ്വർഗം ദൈവത്തോടൊത്തായിരിക്കുന്ന അവസ്ഥയാണ്. ഈ സ്വർഗീയ അനുഭവം നമുക്ക് ഭൂമിയിൽ ആസ്വദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും എന്നാണ് വിശുദ്ധാത്മാക്കൾ പറയുക. സ്വർഗീയ അനുഭവം ഭൂമിക്ക് ദൈവം നമുക്ക് സംലഭ്യമാക്കി തരുന്ന സുപ്രധാനമായൊരു വേളയാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോയെ കാണുന്നുണ്ട്, അവിടുത്തെ തിരുവചനം കേൾക്കുന്നുണ്ട്, അവിടുത്തെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ. അന്നേരം നിങ്ങൾക്ക് വിശുദ്ധ പാദ്രേ പിയോ പറയുന്നുണ്ട്, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും ഒരു വികാരവും ഇല്ല എങ്കിൽ നിങ്ങൾ സ്വർഗത്തിൻ്റെ വഴിയിലല്ല. കാരണം എന്താണ്? സ്വർഗീയ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് പരിശുദ്ധ കുർബാന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ് എന്നുള്ള സത്യം. സ്വർഗത്തിൽ പോകാൻ എങ്ങനെയാണ് പറ്റുന്നതെന്ന് ചോദിച്ചാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3 വഴികൾ സ്വർഗത്തിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. 1, ദൈവം അയച്ച ഏകജാതനായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുക. 2, അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ശിക്ഷാവിധിയില്ല, നിങ്ങൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കും. 3, ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കും. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കും. ഈശോ മിശിഹായെ നിങ്ങൾ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് അവിടുത്തെ വചനമനുസരിച്ച് ജീവിച്ച് അവിടുത്തെ തിരുശരീര രക്തങ്ങളായ പരിശുദ്ധ കുർബാന യോഗ്യതയോടെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ആൻമരിയ സ്വർഗത്തെക്കുറിച്ചാണ് ചോദിച്ചത്. പിതാവ് വളരെ ലളിതമായിട്ട് എന്താണ് സ്വർഗമെന്ന് നമുക്ക് വിവരിച്ചു തന്നു. പിതാവിൻ്റെ ഉത്തരം പൂർണ്ണമായി എന്നാണ് വിശ്വസിക്കുക. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? പിതാവേ, എൻ്റെ പേര് ജോയ്സ്. എൻ്റെ ചോദ്യം ഇതാണ്: എന്താണ് നരകം? അതുപോലെ തന്നെ നരകത്തെ സൂചിപ്പിക്കാനായി അഗ്നി, സഹനം എന്നീ വ്യാഖ്യാനം നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നരകത്തെ യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്ന തരത്തിലുള്ളതാണോ? ഓക്കെ ജോയ്സ്, നരകത്തെ സൂചിപ്പിക്കുന്ന പ്രതീകങ്ങളെക്കുറിച്ച്, അതായത് നരകം ഉണ്ടോ, നരകം എവിടെയാണ്, ഇതൊക്കെയാണ് ജോയ്സിൻ്റെ സംശയങ്ങൾ അല്ലേ? നരകം ഉണ്ടോ? ജോയ്സിൻ്റെ അഭിപ്രായം എന്താ? ഉണ്ട്. ഉണ്ട്. ഉണ്ടോ? എങ്ങനെയാ അറിഞ്ഞേ? ചില മനുഷ്യരെ പരിചയപ്പെട്ടപ്പോൾ തൊട്ട് നരകം ഉണ്ടെന്ന് മനസ്സിലായി കാണും അല്ലേ? യെസ്. അതായത് എന്താണ് നരകം എന്ന് ചോദിച്ചാൽ അത് നരകം ഉണ്ട് എന്നുള്ള സത്യം. കാരണം ഈശോ അത് പറഞ്ഞു, നരകം ഉണ്ട് എന്ന്.
എവിടെ ഈശോ പറഞ്ഞത്? ധനവാൻ്റെയും ലാസറിൻ്റെ ഉപമയിൽ പറഞ്ഞു, ആ ധനവാൻ മരിച്ചു, അവൻ നരകാഗ്നിയിലേക്ക് സംഭവിക്കപ്പെട്ടു എന്ന്, അല്ലേ? ഇപ്പം നരകമുണ്ട്. ഇനി നരകം ഉണ്ട്. എന്താണ് ഈ നരകം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? ദൈവമില്ലാത്ത അവസ്ഥ, നിത്യമായ നിരാശ, നിത്യമായ ദുഃഖം. ഏത് സഹനത്തിനും ഒരു അന്ത്യമുണ്ട്. അതാണ് നമ്മുടെ ഒരു സമാധാനം, ഇല്ലേ? ഒരു സഹനത്തിൻ്റെയും വേദനയുടെയും അവസരം എന്ന് പറയുമ്പോൾ അതിനൊരു അവസാനമുണ്ട്. അല്ലെ, അതിനിടയിൽ ആശ്വാസത്തിൻ്റെ വഴികൾ കാണാം. കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലത്ത് പോലും പല ആശ്വാസങ്ങളുണ്ട്, അല്ലേ? മാതാവ് കാണാൻ വരുന്നു, ക്ഷമയും കുരിശിയും ഒക്കെ സഹായിക്കുന്നു, വേറോനിക്ക മുഖം തുടയ്ക്കുന്നു, ചേട്ടത്തിമാർ വന്ന് കരയുന്നു. ഇങ്ങനെ ആശ്വാസത്തിൻ്റെ കുറേ തുരുത്തുകൾ കുരിശിൻ്റെ വഴി പോലും. പക്ഷേ ഒരാശ്വാസവും കിട്ടാത്ത അനുഭവം. കാരണം ജീവിതത്തിൻ്റെ ആശ്വാസമായ, പ്രത്യാശയായ, സന്തോഷമായ, സ്നേഹമായ ദൈവത്തെ എന്നേക്കുമായി നഷ്ടപ്പെടുത്തി. അതാണ് ഈ നരകം എന്ന് പറയുന്നത്. യഥാർത്ഥ നരകം എന്ന് പറയുന്നത് നമ്മൾ ഗൗരവമായി തിരിച്ചറിയണം. നമ്മളുടെ ജീവിതത്തിൽ ദൈവം കൂടെ ഉള്ളതുകൊണ്ടാണ് സഹനം ഉണ്ടായാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സന്തോഷിക്കും. നമ്മുടെ ജീവിതത്തിന് പ്രത്യാശ നഷ്ടപ്പെടാത്തത്, നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കാനുള്ള കഴിവ് നമ്മളെ വിട്ടുപോകാത്തത് ഒക്കെയും ദൈവം കൂടെയുള്ളതും. എന്നാൽ ആ ദൈവത്തെ എന്നേക്കുമായി നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് നരകാവസ്ഥയാണ്. ഈ നരകം എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തെ നഷ്ടപ്പെടുത്തി ആരെല്ലാം ജീവിക്കുന്നു അവരുടെ എല്ലാം കൂടെ നരകമുണ്ട്. ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ്, ദൈവത്തെ എന്നേക്കുമായി തള്ളിപ്പറഞ്ഞ്, ദൈവവിശ്വാസത്തെ പരിഹസിച്ച്, രക്ഷയ്ക്ക് വേണ്ടി ദൈവമൊരുക്കിയ തിരുസഭയെ അവഹേളിച്ച് ജീവിക്കുമ്പോൾ നാം അറിയാതെ നരകം പണിതുയർത്തുന്നവരാണ് എന്ന സത്യം ഓർക്കണം. അതുകൊണ്ട് നരകത്തെ സൃഷ്ടിക്കുന്നത് ദൈവമല്ല, നരകം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ദൈവം ശിക്ഷിച്ച് ഒരാളെ കൊണ്ടുപോയി നരകത്തിലിടുവാണ്. അല്ല, ദൈവം ശിക്ഷിച്ച് നരകത്തിലെത്തിക്കുകയല്ല, നാം സ്വയമേവ നരകത്തിലേക്ക് ഓടിപ്പോവുകയാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ദൈവശാസ്ത്രജ്ഞർ പറഞ്ഞ ഒരു ഉദാഹരണം പറയും. നമ്മളിങ്ങനെ പറമ്പൊക്കെ കളച്ച് പോയി, പറമ്പൊക്കെ കളയ്ക്കുന്ന ശീലം കൊണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ജോയിസ് പറമ്പ് കളച്ചിട്ടുണ്ടോ? വീട്ടിൽ അപ്പം കേൾക്കും ഇത്. അതുകൊണ്ട് ആ ജോയിസ് പറമ്പ് കളച്ചിട്ട് കാണും, അല്ലേ? ഇങ്ങനെ കളയ്ക്കുന്നതിനിടയിൽ ഒരു കല്ല്, ഇപ്പോൾ പുല്ലിനകത്തൊരു കല്ല് കിടപ്പുണ്ട്. നമ്മൾ ആ കല്ല് പയ്യെ ഇങ്ങോട്ട് മാറ്റിയിടും. കല്ലിനിട്ട് തൂമ്പ വെച്ച് കളയ്ക്കത്തില്ല, അതിങ്ങ് മാറ്റിയിടുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രാണികൾ, ഇരട്ടവാലന്മാർ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ജീവികൾ കാണും. അതുങ്ങൾ ഈ പെട്ടെന്ന് കല്ലങ്ങ് മാറുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അതുങ്ങൾ ഓടി മരണവെപ്രാളത്തിൽ ഓടി എവിടെയെങ്കിലും ഇരുട്ടിനകത്തേക്ക് കയറാൻ വെപ്രാളപ്പെടും. കാരണം എന്താ? അതുങ്ങൾ ഈ ഇരുട്ടത്ത് ജീവിച്ച് ശീലിച്ചതാണ്. പെട്ടെന്ന് വെളിച്ചത്തേക്ക് വന്നപ്പോൾ അതുങ്ങൾക്ക് ഈ വെളിച്ചത്തെ അഭിമുഖീകരിക്കാൻ പറ്റിയല്ലോ. അവരിങ്ങനെ ഓടി കതച്ച് കയറിപ്പോവുക. ഇതാണ് ഒരു യാഥാർത്ഥ്യം, നമ്മൾ സാധാ കാണുന്നൊരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിത്യവിധിയെക്കുറിച്ച് ചിന്തിക്കും. ദൈവമായ കർത്താവ് മനുഷ്യനെ വിധിക്കാൻ വരുമ്പോൾ നിത്യപ്രകാശമായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ പോകുന്ന മനുഷ്യരുണ്ട്. കാരണം നാളിതുവരെ അവർ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ്, ദൈവത്തെ തള്ളിക്കളഞ്ഞ്, ദൈവത്തെ അവഹേളിച്ച് ജീവിച്ചവർ. ദൈവമെന്ന് കേൾക്കുന്നതേ അവർക്ക് പുച്ഛമാണ്, അറപ്പാണ്, വെറുപ്പാണ്. അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യൻ, അവൻ അന്ധകാരം ശീലിച്ചവന്, അവന് ദൈവത്തിനു മുമ്പിലേക്ക് നിൽക്കാനോ നോക്കാനോ പോലും ത്രാണിയില്ല. അവൻ എന്തു ചെയ്യും? ആ പ്രകാശമായ ദൈവത്തിൽ നിന്ന് ഏതെങ്കിലും ദൈവത്തിൻ്റെ പ്രകാശം എത്താത്ത സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെടാൻ അവൻ പരിശ്രമിക്കും. അവൻ ഓടി രക്ഷപ്പെട്ട് എത്തിച്ചേരുന്ന ദൈവമില്ലാത്ത അവസ്ഥയാണ്, അനുഭവമാണ് നരകം. ദൈവം ഒരാത്മാവിനെയും ശിക്ഷ വിധിച്ച് നരകത്തിലേക്ക് എടുത്തെറിയുന്നില്ല. മറിച്ച് നരകമെന്നത് ദൈവത്തെ മറന്ന് ജീവിച്ചതിൻ്റെ, ദൈവത്തെ നിഷേധിച്ച് ജീവിച്ചതിൻ്റെ സ്വാഭാവികമായ പരിണതിയാണ് എന്ന് നാം മനസ്സിലാക്കും.
ഇന്ന് പിതാവ് നരകത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഉത്തരം നൽകി എന്നാണ് വിശ്വസിക്കുക, അല്ലെ ജോയ്സ്? താങ്ക് യു പിതാവേ. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ആരാണ് ചോദ്യം ചോദിക്കുന്നത്? കാതറിനാണ് ചോദിക്കുന്നത്. കാതറിൻ ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ പേര് കാതറിൻ. എൻ്റെ ചോദ്യം ഇതാണ്: നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടല്ലോ, അവയെക്കുറിച്ച് സഭയുടെ പഠനങ്ങളിൽ എന്താണ് പറയുന്നത്? ശുദ്ധീകരാത്മാക്കളെ കുറിച്ച്? യെസ് കാതറിൻ, ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് തിരുസഭ എന്താണ് പഠിപ്പിക്കുന്നത് എന്നാണ് കാതറിൻ്റെ ചോദ്യം. ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ കാതറിൻ? ഉണ്ട്. എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത്. ജപമാല ചൊല്ലുമ്പോൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ? വെരി ഗുഡ്. നമ്മുടെ വിശ്വാസമനുസരിച്ച് ഒരു വ്യക്തി മരണശേഷം ഒന്നുകിൽ സ്വർഗത്തിലെ വിജയസഭയിലെ അംഗങ്ങളാണ്, എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേരുന്നു. അതല്ല എങ്കിൽ ആ വ്യക്തി ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കും. ഒരു ഗതിയും പരഗതിയില്ലാത്തവൻ എവിടെ പോവും? നരകത്തിൽ പോവും. മനുഷ്യൻ്റെ അന്ത്യങ്ങൾ ഇത് മൂന്നിലേതെങ്കിലും ഒന്ന്: സ്വർഗം, നരകം അഥവാ ശുദ്ധീകരണ സ്ഥലം. ഇനി ഈ മൂന്ന് അന്ത്യങ്ങളിൽ നരകത്തിൽ പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാരണം അവനെ വീണ്ടെടുക്കാൻ ആർക്കും സാധിക്കുക. നരകത്തിൽ പോയവരെ വിളിച്ചു വരുത്തി മാമോദിസ കൊടുത്ത് സ്വർഗത്തിൽ കയറ്റി വിടുന്ന ചില ധ്യാന ഗ്രൂപ്പുകാരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അസാധ്യമാണ്. നരകത്തിൽ പോയതാണ്, പിന്നെ അതിനെ തിരിച്ചു പിടിക്കുക സാധ്യമല്ല. ഇതാണ് കത്തോലിക്ക വിശ്വാസം. അതുകൊണ്ട് നരകത്തിൽ പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യം. പക്ഷെ ആ ഇന്നയാൾ നരകത്തിൽ പോയി എന്ന് സഭ ആരെക്കുറിച്ചും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ശുദ്ധീകരാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അവരിൽ സ്വർഗത്തിൽ പോകാൻ മാത്രം വിശുദ്ധീകരണം അവരിൽ നടന്നിട്ടില്ല. അതേസമയം നരകത്തിൽ പോകാൻ മാത്രം തിന്മയും അവർ ചെയ്തിട്ടില്ല. അവർ ചെയ്ത തിന്മകൾക്ക് പരിഹാരം ചെയ്ത് അവരെ സ്വർഗത്തിലെത്തിക്കുക. ഇതാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ. ഒരു കൊച്ച് അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി കൊച്ചിനെ വെച്ചിരുന്നു. കൊച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് അത് വീണ്ടും മുറ്റത്തിറങ്ങി കാലിലെല്ലാം ചെളിയും ചാണകവും പറ്റിച്ചു. ഉടനെ അമ്മ എന്നാ ചെയ്യും? കൊച്ചിനെ എടുത്ത് തോട്ടിലേക്ക് എറിയുമോ? ഇല്ല. അമ്മ എന്തു ചെയ്യും? കുഞ്ഞിനെ കൊണ്ടുപോയി അതിൻ്റെ ചെളി പറ്റിയ കാലൊക്കെ സ്നേഹപൂർവ്വം കഴുകി തുടച്ച് വൃത്തിയാക്കി മിടുക്കനാക്കി അവനെ കൊണ്ടുപോയി തൊട്ടിലിനകത്ത് കിടത്തും, അല്ല കട്ടിലേ കൊണ്ട് കിടത്തും. ഇല്ലയോ? യെസ്. സത്യത്തിൽ ഇപ്രകാരം ദൈവം നമ്മിലെ കുറവുകളെ, തിന്മകളെ ശുദ്ധീകരിച്ച് നമ്മളെ വിശുദ്ധരാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആ അനുഭവത്തെ, പ്രക്രിയയാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയും. ശുദ്ധീകരണ സ്ഥലത്തിൽ കഠിന പീഡകളാണ്. തീക്കകത്തിട്ട് പൊള്ളിക്കുകയാണ്, പാമ്പിനെ വിട്ട് കടിപ്പിക്കുകയാണ്. ഇങ്ങനെ അതികഠോരമായ പീഡകളെക്കുറിച്ചൊക്കെ പലരും പറയാറുണ്ട്. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനം എന്ത് എന്ന് ചോദിച്ചാൽ അത് പാപപരിഹാരം നൽകുന്ന സഹനം എന്ന് പറയുന്നത് അത് ഈശോ മിശിഹായുടെ കുരിശിലെ സഹനം. ശുദ്ധീകരാത്മാക്കൾ ഈശോയുടെ കുരിശിലെ സഹനത്തിൽ പങ്കാളികളാകുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സഹനം വളരെ കഠിനമാണ്. താൻ കുരിശിൽ കിടന്ന് ഈശോയ്ക്ക് വേദന ഉണ്ടായിരുന്നു. എന്തോ ഒരു കഠോരമായ വേദന. സമാനമായ വേദനയുടെ അനുഭവങ്ങളിലൂടെയാണ് ശുദ്ധീകരാത്മാക്കളും കടന്നു പോകുന്നത് എന്നുള്ളത് സത്യമാണ്. ആ ശുദ്ധീകരാത്മാക്കളുടെ ഇപ്രകാരമുള്ള സഹനം, ഈശോയോട് ചേർന്നുള്ള സഹനത്തിലൂടെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ അവർ വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കും. തിരുസഭയിലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമരസഭക്കാരാണ് നമ്മൾ പൊതുവെ അലമ്പായതുകൊണ്ടല്ല നമ്മളെ സമരസഭ എന്ന് വിളിക്കുന്നത്. മറിച്ച് നമ്മൾ പിശാചിനോട് നിരന്തരം പോരാടുന്നവരെന്ന നിലയിൽ ഈ സമരസഭയിലെ അംഗങ്ങൾക്ക് തങ്ങളുടെ പ്രാർത്ഥനകൾ വഴി, പരിത്യാഗങ്ങൾ വഴി, പുണ്യപ്രവർത്തികൾ വഴി ശുദ്ധീകരാത്മാക്കളുടെ വിശുദ്ധീകരണ പ്രക്രിയയെ ത്വരിതപ്പെടുത്താനും അവരെ വേഗത്തിൽ മോക്ഷഭാഗ്യത്തിൽ എത്തിക്കാനും കഴിയും എന്നാണ്
തിരുസഭ മാതാവ് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവർ, അവരോരോരുത്തരും എന്തുമാത്രം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടുള്ളവർ, നമ്മുടെ അപ്പനും അമ്മയും മാതാപിതാക്കൾ, വല്യപ്പൻ വല്യമ്മ, അവരുടെയും മാതാപിതാക്കൾ ഒക്കെയും അവരുടെയൊക്കെയും കഷ്ടപ്പാടിൻ്റെയും ത്യാഗത്തിൻ്റെയും അനന്തരഫലമാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന സന്തോഷപൂർണമായ അവസ്ഥ, ഇല്ലേ? അതുകൊണ്ട് നമ്മൾ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. എന്ന് മാത്രമല്ല, ഈശോ പല വിശുദ്ധർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്താണ് എന്ന് ചോദിച്ചാൽ, ഭൂമിയിലായിരിക്കുന്നവർ ശുദ്ധീകരാത്മാക്കളുടെ മോക്ഷഭാഗ്യത്തിന് വേണ്ടി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഈശോയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട പ്രവൃത്തിയാണ്. കാരണം നമ്മുടെ പരിത്യാഗം വഴി ഒരു ശുദ്ധീകരാത്മാവിനെ സ്വർഗത്തിൽ കയറ്റിവിട്ടാൽ ആ ആത്മാവ് ആരായിത്തീർന്നു? വിശുദ്ധനായിത്തീർന്നു, വിശുദ്ധയായിത്തീർന്നു. ആ ആത്മാവ് പിന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചോളൂ, അല്ലേ? അതുകൊണ്ട് ഒരു പരസ്പര സഹായ സംവിധാനമാണ് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് മനസ്സിലാക്കി നിങ്ങൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വളരെ കഠിനമായ പരീക്ഷകളൊക്കെ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം നിയോഗം വെച്ച് പരിത്യാഗ പ്രവർത്തികൾ ഏറ്റെടുത്ത് പോയി പരീക്ഷ എഴുതുക. അപ്പോൾ തീർച്ചയായും വലിയ കൃപ അനുഭവിക്കാൻ പറ്റുന്നു എന്ന് പലരും സാക്ഷ്യപ്പെടുത്തി ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്. ശുദ്ധീകരാത്മാക്കൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആത്മാക്കളാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചാണ് കാതറിൻ ചോദിച്ചത്. പൂർണ്ണമായ ഉത്തരം പിതാവിൽ നിന്ന് ലഭിച്ചു എന്നാണ് വിശ്വസിക്കുക. തീർച്ചയായും. താങ്ക് യു പിതാവേ. പിതാവെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് സ്വർഗം, നരകം, അതുപോലെ തന്നെ ശുദ്ധീകരണ ആത്മാക്കൾ തുടങ്ങിയ വിഷയങ്ങളാണ്. വളരെ ലളിതമായിട്ട് ഞങ്ങൾക്ക് പിതാവിൽ നിന്ന് ഇതിൻ്റെ ഉത്തരം ലഭിക്കുകയുണ്ടായി. പിതാവിന് ഒത്തിരി സ്നേഹപൂർവ്വം ഞങ്ങൾ നന്ദി പറയുന്നു. ഈ എപ്പിസോഡിൽ ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് നമ്മോടൊപ്പമായിരുന്നത് തലശ്ശേരി അതിരൂപതയിലെ നെല്ലിക്കാമ്പോയിൽ ഫൊറോനയിലെ യുവജനങ്ങളാണ്. നിങ്ങൾക്കും ഒത്തിരി സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. വീണ്ടും നല്ല ചോദ്യങ്ങളും നല്ല ഉത്തരങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.